ഡെങ്കിപ്പനി മൂലം ഇതുവരെ 12 ദശലക്ഷത്തിലധികം കേസുകൾ. 2024 8,000 മരണങ്ങൾ. ആഗോള പകർച്ചവ്യാധിയായി മാറുകയാണോ ഡെങ്കിപ്പനി? 2024 90 രാജ്യങ്ങളിൽ സജീവമായി പടരുകയാണ് ഡെങ്കിപ്പനി. എല്ലാ കേസുകളും ഔദ്യോഗികമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി ലോകമെമ്പാടും ഡെങ്കിപ്പനി കേസുകളുടെ വർധനവ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. യൂറോപ്യൻ സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷന്റെ കണക്കുകൾ പ്രകാരം 2024 തുടക്കം മുതൽ 86 രാജ്യങ്ങളിലായി ആകെ 12 ദശലക്ഷത്തിലധികം ഡെങ്കി കേസുകളും 8,000-ലധികം ഡെങ്കിപ്പനി മരണങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ വർഷം ഏറ്റവും കൂടുതൽ കേസുകൾ 9 ദശലക്ഷത്തിലധികം. അർജന്റീന, പരാഗ്വേ, പെറു, കൊളംബിയ എന്നിവയാണ് തൊട്ടു പിന്നിലുള്ള രാജ്യങ്ങൾ. നാഷണൽ സെന്റർ ഫോർ വെക്ടർ ബോൺസ് ഡിസീസ് കൺട്രോൾ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ച കണക്കുകൾ പ്രകാരം 2024 ഏപ്രിൽ 30 വരെ ഇന്ത്യയിൽ 19,447 ഡെങ്കി കേസുകളും 16 മരണങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഡെങ്കി കേസുകൾ റിപ്പോർട്ട് ചെയ്തത് 2023 അമേരിക്കയിലെ ലോകാരോഗ്യ സംഘടന 4.5 റിപ്പോർട്ട് ചെയ്തു. ഇതിൽ 2,300 മരണങ്ങളാണ്. ഏഷ്യയിൽ ഉയർന്ന കേസുകളുടെ കണക്കുകൾ ഇങ്ങനെ: ബംഗ്ലാദേശാണ് ഏറ്റവും മുന്നിൽ, 3,21,000. മലേഷ്യ 1,11,000. തായ്ലൻഡ് 1,50,000. ഡെങ്കിപ്പനി ചികിത്സയുടെ പ്രാഥമിക ശ്രദ്ധ സപ്പോർട്ടീവ് കെയർ ആണ്. ഇത് നിർജ്ജലീകരണം തടയുന്നതിനുള്ള ദ്രാവകങ്ങൾ നിയന്ത്രിക്കുന്നതിൽ കേന്ദ്രീകരിക്കുന്നു. പ്രത്യേകിച്ച് ഡെങ്കി ഹെമാറജിക് ഫീവർ അല്ലെങ്കിൽ ഡെങ്കി ഷോക്ക് സിൻഡ്രം പോലുള്ള കഠിനമായ കേസുകളിലെന്ന് CK ബിർള ഹോസ്പിറ്റലിലെ ഇന്റേണൽ മെഡിസിൻ കൺസൾട്ടന്റ് ഡോക്ടർ തുഷാർ തയാൽ പറഞ്ഞു. ഈഡിസ് കൊതുകുകൾ വഴിയാണ് ഡെങ്കിപ്പനി മനുഷ്യരിലേക്ക് പകരുന്നത്. കടുത്ത പനി, കടുത്ത തലവേദന, സന്ധികളിലും പേശികളിലും വേദന, ക്ഷീണം, ഛർദി, വിശപ്പില്ലായ്മ എന്നിവ ഡെങ്കിപ്പനിയുടെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങളാണ്. ആദ്യം തന്നെ ചികിത്സ തേടിയില്ലെങ്കിൽ ഡെങ്കിപ്പനി ഗുരുതരമാവുകയും ജീവൻ വരെ നഷ്ടമാവുകയും ചെയ്യാം. ഡെങ്കിപ്പനി ബാധിച്ച രോഗിയിൽ നിന്നും ഈഡിസ് ഇനത്തിൽപ്പെട്ട പെൺകൊതുകുകൾ രക്തം കുടിക്കുന്നതോടെ രോഗാണുക്കളായ വൈറസുകൾ കൊതുകിനുള്ളിൽ കടക്കുന്നു. 810 ദിവസങ്ങൾക്കുള്ളിൽ വൈറസുകൾ കൊതുകിന്റെ ഉമിനീർ ഗ്രന്ഥിയിൽ പ്രവേശിക്കുന്നു. ഈ കൊതുകുകൾ ആരോഗ്യമുള്ള ഒരാളിന്റെ രക്തം കുടിക്കുന്നതോടൊപ്പം രോഗാണുക്കളെ മുറിവിലൂടെ ശരീരത്തിനുള്ളിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യും. രോഗാണുക്കൾ മനുഷ്യ ശരീരത്തിലെത്തി 314 ദിവസം കഴിയുമ്പോൾ ലക്ഷണങ്ങൾ പ്രകടമാകുന്നു. വേനൽ മഴ പെയ്യുന്നതിനാൽ വീടിന്റെ പുറത്തും അടുത്തുള്ള പറമ്പുകളിലും വെള്ളം കെട്ടിക്കിടക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം. വേനൽ മഴ തുടങ്ങിയതിനാൽ വീടിന്റെ പരിസരങ്ങളിൽ അലക്ഷ്യമായി കിടക്കുന്ന കുപ്പി, പാട്ട, ചിരട്ട, പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ, കളിപ്പാട്ടങ്ങൾ എന്നിവയിൽ വെള്ളം കെട്ടി നിൽക്കുകയാണെങ്കിൽ ഡെങ്കിപ്പനി പരത്തുന്ന കൊതുക് വളരുന്ന സാഹചര്യം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അവ ഇല്ലാതാക്കണം. കൃത്യമായ ശ്രദ്ധയുണ്ടെങ്കിൽ ഡെങ്കിപ്പനി രോഗവ്യാപനം തടയാൻ സാധിക്കും. ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ തന്നെ ചികിത്സ തേടണം. സ്വയം ചികിത്സ പാടില്ല. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.